വൈദ്യുതി വകുപ്പിൻ്റെ ഈ അനാസ്ഥ അക്ഷന്തവ്യമാണ്. ഒരു നിലക്കും നീതീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു സ്കൂളിൻ്റെ മുകളിൽ കമ്പി ഇത്ര താഴ്ന്നു പോകുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊതുവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസി തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കെട്ടിടം പൊളിഞ്ഞ് വീണത് നമ്മൾ കണ്ടു. നിലമ്പൂരിൽ ഇതേപോലെ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് അവിടെ അപകടം കണ്ടു, ഷോക്കേറ്റ് മരിച്ചു. ഇതിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ്. അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന് വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ്. കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത്. ഈ പറഞ്ഞതുപോലെ വൈദ്യുതി വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, ലോവർ എഡ്യൂക്കേഷൻ, എല്ലാം വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ രംഗത്തും ഇപ്പോൾ ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഈ അനാസ്ഥ അക്ഷന്തവ്യമാണ്. ഒരു നിലക്കും നീതീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു സ്കൂളിൻ്റെ മുകളിൽ കമ്പി ഇത്ര താഴ്ന്നു പോകുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊതുവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസി തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്.